തേക്കാറുണ്ട്. പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതായി, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്നുദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ വിളി സ്വീകരിച്ച് വിവാഹത്താൽ ബന്ധിതരായി ഹൃദയൈക്യത്തിൽ ജീവിക്കുവാനുള്ള തങ്ങളുടെ സമ്മതം പരസ്യമായി പ്രഖ്യാപിക്കുവാൻ അങ്ങയുടെ സന്നിധിയിൽ വന്നിരിക്കുന്ന മിവിയെയും ഫ്രണ്ട്സിനെയും ആശീർവദിക്കണമേ. മാതൃകാപരമായ കുടുംബജീവിതത്തിന് തങ്ങളെ തന്നെ ഒരുക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. അപങ്കിലമായ മാർഗത്തിൽ ചരിക്കുന്നവരും കർത്താവിന്റെ നിയമം അനുസരിക്കുന്നവരും ഭാഗ്യവാൻ. അവിടുത്തെ കൽപ്പനകൾ പാലിക്കുന്നവരും പൂർണ്ണ ഹൃദയത്തോടെ അവിടുത്തെ തേടുന്നവരും ഭാഗ്യവാന്മാർ. പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ അങ്ങയെ തേടുന്നു. അങ്ങയുടെ കൽപ്പന വിട്ടു നടക്കുവാൻ എനിക്ക് ഇടയാകാതിരിക്കട്ടെ. അങ്ങയുടെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ശാസനകളെ എന്റെ അധരങ്ങൾ പ്രഘോഷിക്കും. സമ്പൽ സമൃദ്ധിയിൽ എന്ന പോലെ അങ്ങയുടെ കൽപ്പനകൾ പിന്തുടരുന്നതിൽ ഞാൻ ആനന്ദിക്കും. ഞാൻ അങ്ങയുടെ പ്രമാണങ്ങളെ പറ്റി ധ്യാനിക്കുകയും അങ്ങയുടെ മാർഗത്തിൽ ദൃഷ്ടി ഉറപ്പിക്കുകയും ചെയ്യും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികമായ വചനം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും.
ആമേൻ. സഹോദരരെ, വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്ത്യർക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 13-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യം കർത്താവെ ശ്രദ്ധിക്കണമേ. മിശിഹ സഹോദരനെ അനുഗ്രഹിക്കട്ടെ. ഞാൻ മനുഷ്യരുടെയും ദൈവദൂതന്മാരുടെ ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചങ്ങലയോ ചിലമ്പുന്ന കൈത്താളമോ ആണ്. എനിക്ക് പ്രവചനപരം ഉണ്ടായിരിക്കുകയും സകല രഹസ്യങ്ങളും ഞാൻ ഗ്രഹിക്കുകയും സകല വിജ്ഞാനവും മലകളെ മാറ്റാൻ തക്ക വിശ്വാസം എനിക്കുണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല. ഞാൻ എൻ്റെ സർവ്വസമ്പത്ത് ദാനം ചെയ്താലും എൻ്റെ ശരീരം ദഹിപ്പിക്കാൻ വിട്ടുകൊടുത്താലും സ്നേഹമില്ലെങ്കിൽ എനിക്കൊരു പ്രയോജനമില്ല. സ്നേഹം ദീർഘക്ഷമയും ദയുള്ളതാണ്. സ്നേഹം അസൂയപ്പെടുന്നില്ല, ആത്മം പ്രശംസ ചെയ്യുന്നില്ല, അഹങ്കരിക്കുന്നില്ല. സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, കോപിക്കുന്നില്ല, വിദ്വേഷം പുലർത്തുന്നില്ല, അത് അനീതിയിൽ സന്തോഷിക്കുന്നില്ല, സത്യത്തിൽ ആഹ്ലാദം കൊള്ളുന്നു. സ്നേഹം സകലതും സഹിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു, സകലതും പ്രത്യാശിക്കുന്നു, സകലത്തെയും അതിജീവിക്കുന്നു. നമുക്ക് ശ്രദ്ധാപുറം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ യേശു മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 15 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളുവാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനും വേണ്ടിയാണ്. ഇതാണ് എൻ്റെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. നമ്മുടെ കർത്താവായ യേശു മിശിഹായ്ക്ക് സ്തുതി. പ്രിയ സഹോദരങ്ങളെ, നമുക്കറിയാലോ ഇന്ന് വിവാഹത്തിൻ്റെ സമ്മതമാണ്. ഏറ്റവും ലളിതമായിട്ട് നടത്തേണ്ട ഒരു കർമ്മമായിട്ടാണ് സഭ ഈ മനസ്സമ്മതത്തെ കാണുന്നത്. കാരണം വിവാഹമായിട്ടില്ല, വിവാഹമാണ് കുദാശ. ഈ കുദാശ വരുന്ന സമയം വരെ വിചിന്തനത്തിനും ചിന്തകൾക്കും ഒക്കെ രണ്ടുപേരും പരസ്പരം ദൈവവുമായിട്ടുള്ള ബന്ധത്തിലായിരിക്കേണ്ട ഒരു കാലഘട്ടമാണ്. എനിക്കറിയാം, രണ്ടുപേരും ഫോണിലായിരിക്കും അല്ലേ. 11 മണിക്ക് മിവ്യ ചോദിക്കും, ഫ്രണ്ട്സ് നീ എവിടെയാ? 12 മണിക്ക് നീ എവിടെയാ? ചോദിക്കില്ലേ? ഇല്ല. ഇന്ന് അങ്ങനെയാണ്, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചുകൊണ്ടേയിരിക്കുക. ഇത് കഴിഞ്ഞ് 1 വർഷം കഴിയുമ്പോഴേക്കും ചോദ്യം കഴിഞ്ഞു, എല്ലാം തീർന്നു. പിന്നെ അപ്പുറത്തെ വീട്ടിലെ ആൾക്കാരാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരുക്കത്തിൻ്റെ കാലഘട്ടം നന്നായിട്ട് ഒരുങ്ങിയാലാണ് മരണം വരെ ഈ വിവാഹം എന്ന കുദാശയിൽ ജീവിക്കാൻ പറ്റുള്ളൂ. അതിനാദ്യമായിട്ട് ഈ ഒരുക്കത്തിന് ചെയ്യേണ്ട കാര്യം, കുറേ കാര്യങ്ങൾ രണ്ടുപേരും ഉപേക്ഷിക്കാനുണ്ട്. ഉപേക്ഷിക്കണ്ടേ? ആദ്യം ആരാണ് ഉപേക്ഷിക്കേണ്ടത്? അപ്പനെ അമ്മേനും. പരിധിയിൽ കൂടുതൽ പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ കയറിക്കൂടാനായിട്ട് അനുവദിക്കരുത്. അപ്പനും അമ്മയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളെ ഉപദേശിക്കാൻ തുടങ്ങി കഴിയുമ്പോഴേക്കും രണ്ട് കുടുംബത്തും പിന്നീട് അത് സ്വരച്ചേർച്ചയും പ്രശ്നങ്ങളിലേക്ക് ഇടവരും. നിങ്ങളെ രണ്ടുപേരെയും ഈ വിവാഹമെന്ന കുദാശ പക്വതയിലേക്ക് വളർത്തണം. പക്വത എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? നിങ്ങൾ തുറന്ന് സംസാരിച്ച് നിങ്ങൾ രണ്ടുപേരുടെ ഇടയിലും യാതൊരു എന്തുണ്ടാവാൻ പാടില്ല, രഹസ്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല. കാരണം നിങ്ങൾ മനസ്സുകൊണ്ടും ആത്മാവ് കൊണ്ടും ശരീരം കൊണ്ടും ഒന്നാകേണ്ടവരാണ്. നിങ്ങൾ രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ രഹസ്യങ്ങൾ ആദ്യം ടിഷ്യൂ പേപ്പർ പോലെ ലൈറ്റായിരിക്കും.
പിന്നീട് മതിൽ പോലെ കട്ടികൂടി പിന്നീട് എന്തായിട്ട് മാറും? നിങ്ങളെ തന്നെ തകർത്ത് കളയും. അപ്പോൾ നമ്മൾ അതിന് നല്ല ഒരുക്കം വേണം, നന്നായിട്ട് പ്രാർത്ഥിക്കണം. പക്വതയോടുകൂടി ഈ കുദാശയിൽ ജീവിക്കാൻ ദൈവാത്മാവിൻ്റെ കൃപ കിട്ടണം. എങ്കിൽ മാത്രമേ നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ചേർക്കപ്പെടുള്ളൂ. രണ്ടാമതായിട്ട് ഉപേക്ഷിക്കേണ്ട കാര്യം, കുറേ സ്വഭാവങ്ങൾ ഉപേക്ഷിക്കണം. ചിലപ്പോൾ മിവിയ 8 മണിക്ക് രാവിലെ എഴുന്നേൽക്കുന്ന ആളായിരിക്കും. ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ 4 മണിക്കാണ് അവിടെ എഴുന്നേൽക്കുന്നത്. 4 മണിക്ക് എഴുന്നേറ്റ് 4:30 അവിടെ കുടുംബ പ്രാർത്ഥനയുണ്ട്. മിവി എന്ത് ചെയ്യും? തലവേദന എന്ന് പറഞ്ഞ് അവിടെ കിടക്കും. കുറച്ച് നാൾ കിടന്നു കഴിയുമ്പോൾ അവിടുത്തെ അപ്പനമ്മയും പറയും, നമ്മുടെ വീട്ടിലേക്ക് വന്ന പെങ്കൊച്ച് നമുക്ക് ചേരുന്നതല്ല, എവിടേക്കോ പ്രശ്നമുണ്ട്. ഒരിക്കൽ പ്രശ്നമുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ആ കണ്ണ് വെച്ചിട്ടാണ് എല്ലാവരും നമ്മളെ നോക്കിക്കാണുക. അപ്പം അതുകൊണ്ട് അവിടെ നമ്മൾ ലയിച്ച് ചേരണം, ഇഴുകിച്ചേരണം. ആ വീട്ടിൽ ഇഴുകിച്ചേരണം. അതുമാതിരി ഫ്രണ്ട്സൻ ഇവിടുത്തെ അപ്പനമ്മേനെയും സ്വന്തം അപ്പനമ്മയെക്കാട്ടിലും ഒരു പടിയും കൂടി എന്ത് വേണം? പരിഗണന വേണം. കാരണം അവരെ ഇത്രയും കാലം നോക്കി വളർത്തി ആ മകളെയാണ് നിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നത്. ഇങ്ങനെയൊന്നും നമ്മൾ മുന്നോട്ട് പോകുന്നില്ലെങ്കിൽ, ഈ സ്വഭാവത്തിലുള്ള ഉപേക്ഷ നടക്കുന്നില്ലെങ്കിൽ, ഈ കുദാശയുള്ള ജീവിതം വളരെ ബുദ്ധിമുട്ടാണ്. അവിടെ ഇരിക്കുന്നവർക്കറിയാം എങ്ങനെയാണ് എത്ര കഷ്ടപ്പെട്ടാണ് ഈ ജീവിതം നയിക്കണതെന്ന്. ഞാനൊരു ദിവസം ഒരു 10-12 പേരെ ഞാൻ കാണുന്നുണ്ട് ഓരോ പ്രശ്നങ്ങളായിട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇപ്പം തന്നെ നല്ല പ്രാർത്ഥനയോടുകൂടി, അരൂപിയോടുകൂടി ഈ കുദാശയിലേക്ക് കടന്നു വരണം. മൂന്നാമതായിട്ട് നമ്മളൊരു തുന്നിച്ചേർക്കലുണ്ട്. ഒരു തയ്യൽക്കാരൻ ഒരു വസ്ത്രം തുന്നിച്ചേർക്കുമ്പോൾ അത് ഭംഗിയാകണമെങ്കിൽ അത് അതിൻ്റെ കൃത്യസ്ഥലങ്ങളിൽ അതിരിക്കണം. അപ്പം അതുപോലെ നിങ്ങൾ രണ്ടുപേരും തുന്നിച്ചേർക്കപ്പെടണം. കല്യാണം കഴിഞ്ഞ് 10 കൊല്ലം കഴിഞ്ഞിട്ടും ഫ്രണ്ട്സിന് എന്താ ഇഷ്ടമുള്ള സാധനം എന്ന് ചോദിച്ചാൽ ആർക്കറിയില്ല? മിവിക്ക് അറിയില്ല. ഒത്തിരി കൂട്ടം സാധനം ഇഷ്ടമാണ്. അതുകൊണ്ട് എനിക്ക് എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാറില്ല. അപ്പോൾ നമ്മൾ അങ്ങനെ ചേർന്ന് കഴിഞ്ഞാൽ മാത്രമാണ് 2 പേർക്കും പരസ്പരം അവരെ അറിഞ്ഞ് ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിന്ന് ഈ സഭയുടെ മനസ്സമ്മതം എന്ന തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കുമ്പോൾ ആത്മാവിൻ്റെ കൃപകൾക്കായിട്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. ഇഷ്ടംപോലെ നിറച്ച ആൾക്കാരുണ്ട് പള്ളിയിൽ. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയാണ് ഇവരെന്നെ പിടിച്ചു നിർത്തുന്നത്. അപ്പോൾ ഇവിടെ ഇരുന്നിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചില്ലെങ്കിൽ എന്ത് പറ്റും? കല്യാണത്തിനൊക്കെ വരാമെന്ന് പറഞ്ഞാൽ വലിയ ഉത്തരവാദിത്തമാണ്. സമ്മതം ചോദിക്കാന്ന് പറഞ്ഞാൽ അതിലും വലിയ ഉത്തരവാദിത്തമാണ്. ഇനി കല്യാണം കെട്ടിക്കാന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് പറയണ്ട, ടെൻഷനാണ് അച്ഛന്മാർക്ക്. ഇന്ന് വരെ ആരും കല്യാണം കഴിച്ചിട്ട് ആരും പോയിട്ടില്ല. ഇന്ന് വരെ ഈ മണിക്കൂർ വരെ ആരും പിരിഞ്ഞിട്ടില്ല, ഞാൻ കെട്ടിച്ചവര്. അത്ര എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ വളരെ പ്രാർത്ഥനയോടുകൂടി ബാക്കിയുള്ള തിരക്കർമ്മങ്ങളിൽ പങ്കെടുക്കാം. നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ 2 പേരും പറയേണ്ടത്, ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ഉറക്കെ പറയണം. കാരണം ആൾക്കാരും കേൾക്കണം, സാക്ഷികൾ കേൾക്കണം, ഞാനും കേൾക്കണം. അപ്പോൾ ഉറക്കെ പറയണം. നമുക്ക് എഴുന്നേറ്റ് നിന്ന് ഈ തിരുക്കർമ്മങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് നമുക്ക് പ്രവേശിക്കാം. ഫ്രണ്ട്സൻ മിവിയ. സ്വർഗീയ മണവാളനായ ക്രിസ്തു തൻ്റെ മണവാട്ടിയായ സഭയെ സ്നേഹിക്കുകയും അവൾക്ക് വേണ്ടി സ്വജീവൻ അർപ്പിക്കുകയും ചെയ്തു. സഭ അവിടത്തോട് വിശ്വസ്ത പുലർത്തുകയും ചെയ്യുന്നു. ക്രിസ്തീയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾ വിവാഹത്തിൻ്റെ ഈ കൗദാശിക സ്വഭാവം മനസ്സിലാക്കിയിട്ടുണ്ടെന്നും ഉത്തരവാദിത്വ ബോധത്തോടെയും പൂർണ്ണ മനസ്സോടെയുമാണ് വിവാഹത്തിലേക്ക് പ്രവേശിക്കാൻ നിശ്ചയിച്ചിരിക്കുന്നതെന്നും പരസ്യമായി പ്രഖ്യാപിക്കുവാൻ സഭ നിങ്ങൾക്കിപ്പോൾ അവസരം നൽകുകയാണ്. അതിനാൽ നിങ്ങളുടെ സമ്മതം
ഇപ്പോൾ നിങ്ങൾ വ്യക്തമാക്കുക. സാക്ഷികൾ ആരൊക്കെയാ? ഇങ്ങോട്ട് കയറിക്ക്. ഈ സൈഡിൽ നിന്നുള്ളതാരാ? ഫ്രിൻസൺ. മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ മിവ്യ പോളിനെ നിന്റെ ഭാര്യയായി സ്വീകരിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നുവോ? മിവ്യ, മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ ഫ്രിൻസിനെ ഭർത്താവായി സ്വീകരിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നുവോ? നിങ്ങൾ ഈ വിവാഹ വാഗ്ദാനത്തിന് സാക്ഷികളാണല്ലോ. നിങ്ങളുടെ ഈ വിവാഹ വാഗ്ദാനം സഫലമാകുവാൻ സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് വധൂവരന്മാരെ പ്രത്യേകമായ വിധം അനുഗ്രഹിച്ച മിശിഹായുടെ സാന്നിധ്യം അനുഭവിച്ചും അവിടുത്തെ സ്നേഹത്തിൽ ആശ്രയിച്ചും പ്രാർത്ഥനാ നിരതരായി വിവാഹത്തിനൊരുങ്ങുവാൻ കാരുണ്യവാനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുവാനും സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടെ വിവാഹമെന്ന് കുദാശ സ്വീകരിക്കുവാനും നിങ്ങൾക്ക് അവിടുന്ന് കൃപ നൽകട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളാലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യം നിങ്ങൾക്ക് അവിടുന്ന് പ്രദാനം ചെയ്യട്ടെ. നിങ്ങളെയും നിങ്ങളെ സ്നേഹത്തിൽ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്ത എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. You were the one that I found. Sola vanda solitepo. Why didn't you tell me enough? Sola vanda solitepo. I pondered in closure. Remember the world that is out there for me to find. Let me go passing by. Let me go, come back in time. Let me be who I am, all through this time. Let me go passing by. Let me go, come back in time. Walk in the dark, barefoot in the night. Walking down the way that I found. In the ulagam nan sutta vendum. Faces with smiles all around. In the vahanam nan pakka vendum. I'll run free into the sea. World and me don't even know what I will find. മനസ്സോയിപ്പോ തന്നി അടിക്കരുത് മാമനടക്കി മുത്തലട്ടം ടം സിരിപ്പോയില്ല മിന്നലടിക്കരുത് ആസപുണ്ടുക്ക് അച്ചരട്ടം ടം പുതുസാ ഒരു വെക്കം മുളക്കിയത് കുടിച്ചാ ഒരു വെപ്പം മടിക്കത് വേട്ടി ഒന്ന് சேலையத்தான் கட்டிக்கிட்டு சிக்கி தவிக்குது மாலை டம் டம் மஞ்சள் டம் டம் மாத்து அடிக்க மங்கள டம் டம் ஓல டம் டம் ஒதுக்கு டம் டம் ஓங்கி தட்டிக்கும் முத்திக டம் டம் மாலை டம் டம் மஞ்சள் டம் டம் மாத்து அடிக்க மங்கள டம் டம் ஓல டம் டம் ஒதுக்கு டம் டம் ஓங்கி தட்டிக்கும் முத்திக டம் டம்
and gentlemen, that was a beautiful performance. അപ്പോൾ അവർക്ക് ഒന്നുകൂടി നല്ല കയ്യടി വേണ്ടേ? Now I officially welcome our beautiful couples onto the stage. Thank you. പണ്ട് ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്, വിവാഹത്തിലൂടെ രണ്ട് ഹൃദയങ്ങളല്ല, പകരം രണ്ട് ഫാമിലീസ് ആണ് ഒന്നിച്ചു വരുന്നതെന്ന്. അപ്പോ ഇവരുടെ ഫാമിലി മെമ്പേഴ്സ് ഈ സ്റ്റേജിൽ ഇല്ലെങ്കിൽ ഇത് കംപ്ലീറ്റ് ആവോ? ഇല്ലല്ലോ. അപ്പൊ ഇവരുടെ ഫാമിലി മെമ്പേഴ്സും കൂടി വേണ്ടേ? സോ ആദ്യം തന്നെ ഞാൻ മിവിയ ചേച്ചിയുടെ ഫാമിലീസിനെ വിളിക്കാണ്. I invite Mivia's parents, Mrs. Omna Paulson and Mr. Paulson onto the stage. I also invite her elder sister Milda with her husband Anto and daughter Erika Carmel and son Eric. And I also invite her older sister Minita with her husband Alex and her daughter Nivya and her son Noel. ഇപ്പൊ ഇത് പെർഫെക്റ്റ് ആയോ? കംപ്ലീറ്റ് ആയോ? ഇല്ലല്ലോ. And now I am inviting Mr. Francis' parents, Mrs. Sina Francis and Mr. Francis onto the stage. Miss Sina is also a housewife and Mr. Francis is an ex-military man. Also, I invite his elder sister, Miss Sona, and her husband, Mr. Lindo, with her beautiful daughter, Anli, and their son, Albi. അപ്പൊ നമ്മൾ ഒഫീഷ്യൽ സെറമണിക്ക് പോവാണ്. ആദ്യം തന്നെ ഞാൻ പ്രകാശം എന്ന് ഈശോ പറഞ്ഞത് നമ്മളൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പോ ഒരു പ്രോഗ്രാം തുടങ്ങുമ്പോ നമ്മുടെ ഈശോന്റെ സാന്നിധ്യം കൂടി വേണ്ടേ? Answers. So we are moving on the candlelight ceremony. I invite all of you to move forward for the ceremony. इश्क में दिल बना है, इश्क में दिल फना है. ओ मिटा दे बना दे, मैंने तुझको चुना है. ओ तेरे सारे रंग ओढ़ के तेरा हुआ मैं सबको छोड़ के. जुम लूं मैं उर्दू की किताब सा है. इश्क़ ख्वाब ख्वाब सा है मेरा बेहिसाब सा है. तेरे लफ्ज़ चूम लूं मैं उर्दू की किताब सा है. जग तेरे लिए छोड़ी इश्क में दिल बना है, छोड़ी इश्क में दिल
ചെറു ചിരിയുടെ കുളിരൊളി നീ മുറ്റത്തെ മൺചിരാതിന്റെ ചുണ്ടിലേറുന്നതാരെ കണ്ടാവോ ചുണ്ടിലേറുന്നതാരെ കണ്ടാവോ ഈ തെരുവിനോരങ്ങളിൽ നീ എഴുതിടും കോലമോ ഈ തെരുവിനോരത്തു നീളെ നീ എഴുതിടും കോലമോ പറയൂ ഇളവെണ്ണിലവേ നീ കളഭമാടുന്ന നേരം ആ പരിമളം മന്ദമെൻ ഹൃദയം തഴുകി അഴകേ സമയമേ നീ ഒഴുകി നീങ്ങാതിവിടെ മതിവരെ നിന്നു തരൂ നിറയുക സിരകളിൽ അനുപമലഹരികളെ പകലിലേറെ അഴകുമായി വരുമൊരതിശയരാവു തരും സുഖമിതു മറയരുതിനിയൊരു പിറവി വരെ കാതിനോരമാരോ പാടി തിരിയുടെ കതിരൊളിയോ മൽച്ചേരോടെ മിഴിയിണ ചുറ്റി തൊഴുതുണരാനെന്താണെന്താവോ ചിരിയുടെ കുളിരൊളി നീ മുറ്റത്തെ മൺചിരാതിന്റെ ചുണ്ടിലേറുന്നതാരെ കണ്ടാവോ ആലോലം ചാഞ്ചാടും നാളത്തിൽ ചേരുന്നേ ആരോ പൊൻസൂര്യനും ഉയിരിൽ നിറയും അരിയ കിനാവുകളെ ചിറകിൽ ഉയരാൻ കൊതിയ മധുരം പകരും ഒരു പിടി നിമിഷവുമായി ഇതുവഴി പോരുവതാരോ തിരിയുടെ കതിരൊളിയോ മൽച്ചേരുളി ചിമ്മി തൊഴുതുണരാൻ ഇന്നെന്താണെന്താവോ ചിരിയുടെ കുളിരൊളി നീ മുറ്റത്തെ मुझको इतना बताए कोई कैसे तुझसे दिल ना लगाए कोई रब्बा ने तुझको बनाने में कर दी है हुस्न की खाली तिजोरियां काजल की सियाही से लिखी है तूने जाने कितनों की लव स्टोरियां केसरिया तेरा इश्क है पिया रंग जाऊं जो मैं हाथ लगाऊं दिन
मौसम में भी रंगी चनारों जैसी झनके सन्नाटों में तू वीणा के तारों जैसी सदियों से भी लंबी ये मन की अमावस्या है और तू फुलझड़ियों वाले त्योहारों जैसी चंदा भी दीवाना है तेरा जलती है तुझसे सारी चकोरियां काजल की सियाही से लिखी है तूने जाने कितनों की लव स्टोरियां केसरिया तेरा इश्क है पिया रंग जाऊं जो मैं हाथ लगाऊं दिन बीते सारा तेरी फिक्र में रैन सारी तेरी खैर मनाऊं केसरिया तेरा इश्क है पिया रंग जाऊं जो मैं हाथ लगाऊं दिन बीते सारा तेरी फिक्र में रैन सारी तेरी खैर मनाऊं केसरिया तेरा इश्क है पिया केसरिया तेरा इश्क है पिया इश्क है पिया पिया इश्क है पिया इश्क है पिया केसरिया तेरा इश्क है पिया रंग जाऊं जो मैं हाथ लगाऊं നീ ഹിമമഴയായി വരും ഹൃദയം അണിവിരലാൽ തൊടൂ ഈ മിഴിയിണയിൽ സദാ പ്രണയം മഷിയെഴുതുന്നിതാ ശിലയായി നിന്നിടാം നിന്നെ നോക്കി യുഗമേറെ എന്നെ കൺചിമ്മിടാതെ എൻ ജീവനേ അകമേ വാനവില്ലിനേഴുവർണ്ണമായി ദിനമേ പൂവിടുന്നു നിൻ മുഖം അകലെ മാഞ്ഞിടാതെ ചേർന്നിതെന്നിൽ നീ എന്നോമലേ നീ ഹിമമഴയായി വരൂ ഹൃദയം അണിവിരലാൽ തൊടൂ നിൻ ഉയിരിനെ അനുദിനം നിഴലുപോൽ പിന്തുടരുവാൻ ഞാനലഞ്ഞിടുമേ
ഉയരത്തെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തി തന്നിൽ കഴിയുന്നവനും കർത്താവിനോട് എന്റെ സങ്കീർത്തനവും എന്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവം എന്ന് പറയും. അവിടുന്ന് ബാലകമായ മഹാമാരിയിൽ രക്ഷിക്കും. തന്റെ തൂവൽ കൊണ്ട് അവിടുന്ന് മറച്ചുകൊള്ളും. അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയമായിരിക്കും. രാത്രിയിലെ ഭീകരതയും പകൽ പറക്കുന്ന നരകത്തെയും നീ ഭയപ്പെടേണ്ട. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട. നിന്റെ പാർശ്വങ്ങളിൽ ആയിരങ്ങൾ മരിച്ചവനേക്കാം, നിന്റെ വലതുവശത്ത് 10,000 എങ്കിലും നിനക്കൊരനർത്ഥവും സംഭവിക്കുകയില്ല. അവൻ സ്നേഹത്തിൽ നിന്നോട്ട് നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവന്റെ നാമം അറിഞ്ഞതുകൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. അവന്റെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും. അവന്റെ കഷ്ടതയിൽ ഞാൻ അവരോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. ദീർഘായുസ്സ് നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും. എന്റെ രക്ഷ ഞാൻ അവനെ കാണിച്ചു കൊടുക്കും. കുറുദിഷ്ട ഈശ്വരദേവനെ വിശദീകരിക്കുകയും സങ്കടങ്ങളിൽ ആശ്വസിക്കുകയും ചെയ്യണമേ. നമ്മളെല്ലാവരെങ്കിലും അങ്ങേയാൽ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഈ കുടുംബത്തിലുള്ളവരെയും ഇവിടെ അനുഭവിക്കുന്നവരെയും സമമായി അംഗീകരിക്കണമേ. ഞങ്ങളെ മരിച്ചുപോയ കുടുംബാംഗങ്ങളെ ഉത്തരവാദിത്തത്തിലേക്ക് പ്രവേശിക്കണമേ. ആത്മീയമായ എല്ലാ ബുദ്ധികളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ. സ്വർഗ്ഗത്തിലെ കരുണാനിധിയായ ഞങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹമേ. ദൈവവും പിതാവും ഞങ്ങളുടെ രക്ഷയെ അങ്ങേ സമർപ്പിക്കുകയും ജീവിതകാലം മുഴുവനും ഞങ്ങൾ ചെയ്യട്ടെ. അനുഗ്രഹിക്കണമേ. പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും നാമത്തിൽ ആമേൻ. ഈറന്നിലാവിൽ വരവായി ചൂടി നിന്നു ചുണ്ടിൽ മധുരം നിറ